മാത്രമല്ല അദ്ദേഹത്തിന് നേരെ പ്രയോഗിച്ച പ്രയോഗങ്ങൾ തീവ്രവാദി, അതുപോലെ തന്നെ വർഗീയവാദി ആരെങ്കിലുമല്ല, ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇടത് പ്രൊഫൈലുകളിൽ നിന്നും അദ്ദേഹത്തിനെതിരെ ശക്തമായ സൈബർ ആക്രമണം നടന്നു. ഇത് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിലാണ് സംഭവിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ജനകീയ സമരങ്ങൾ കേരളത്തിൽ നടക്കുമ്പോൾ അതിൽ തട്ടമിട്ടവരും മുസ്ലിങ്ങളുണ്ട് എങ്കിൽ അതിനെ തീവ്രവാദികൾ സമരത്തിൽ എന്ന് പറയുന്നത് ഇടതുപക്ഷമാകുമ്പോൾ എത്ര അപകടകരമാണത്. ദേശീയ സമരത്തിൽ അതാണ് ഉപയോഗിച്ചത്, ഗെയിൽ സമരത്തിൽ അതാണ് പ്രയോഗിച്ചത്. പൗരത്വ സമരത്തിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറി എന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അതിന് പിന്നീട് എടുത്ത് ഉദ്ധരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അഥവാ സംഘപരിവാറിന് മണ്ണൊരുക്കുന്ന സമീപനം CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകാവോ? CPM നരേഷനുകൾ സംഘപരിവാർ പ്രൊഫൈലുകളും സംഘപരിവാർ നരേഷനുകൾ CPIM പ്രൊഫൈലുകളും പ്രചരിപ്പിക്കേണ്ടി വരുന്ന ഒരേ മെറ്റീരിയൽ വെച്ചുകൊണ്ട് രണ്ട് ധ്രുവങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടി വരുന്ന ഒരു സമാനതയിലേക്ക് എന്തുകൊണ്ടാണ് ഇടതുപക്ഷം എത്തിയത് എന്ന് ഗൗരവത്തോടു കൂടി ഇടതുപക്ഷം ആലോചിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ആദരണീയനായ മുഖ്യമന്ത്രി, അദ്ദേഹം കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സമീപനം ഉണ്ടാകേണ്ടത്. 2024 സെപ്റ്റംബറിലാണ് അദ്ദേഹം ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് പോയി ഒരു ഏജൻസിയുടെ കൂടി സഹായത്തോടു കൂടി ഹിന്ദുവിന് അദ്ദേഹം ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം എന്താ പറഞ്ഞത്? മലപ്പുറത്തെ കള്ളക്കടത്താണ് അദ്ദേഹം പറഞ്ഞത്. കള്ളക്കടത്ത് എല്ലാ എയർപോർട്ടിലും നടക്കുന്നുണ്ട്. അതിൻ്റെ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വേരിയേഷൻ എന്നുള്ളത് വേറെ തന്നെ നമ്മൾ ചർച്ചയ്ക്കും പഠനത്തിനും വിധേയമാക്കേണ്ടതാണ്. അത് പിടികൂടാനും അതിൽ നടപടിയെടുക്കാനും ബാധ്യസ്ഥമായ ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്. അദ്ദേഹം ഡൽഹിയിൽ പോയിട്ട് ഒരു ഇംഗ്ലീഷ് പത്രത്തിന് ഇൻ്റർവ്യൂ കൊടുത്തതിൻ്റെ അജണ്ട എന്താ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അത് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു ജില്ലയെ വംശീയമായി അല്ലെങ്കിൽ ഈ അർത്ഥത്തിൽ ചേരി തിരിച്ച് അധിക്ഷേപിക്കുന്നത് ഒരു മുഖ്യമന്ത്രി ആകുന്നു എന്ന് പറയുന്നത് എത്രമാത്രം ആരോഗ്യകരമാണ്. അയ്യപ്പ സംഗമം നടന്നല്ലോ. ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P. മുജീബ് റഹ്മാനായിരുന്നു മാധ്യമങ്ങളെ കാണുന്നത്. സാധാരണഗതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ചർച്ചയാകാറുള്ളത് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ്, ഭരണ നേട്ടങ്ങളാണ്. പക്ഷേ അത് ഇത്തവണ ചർച്ചയായില്ല. മറിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ ചർച്ചകളിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നു. അത് ജമാഅത്തെ ഇസ്ലാമിയെ ടൂളാക്കിക്കൊണ്ട് വർഗീയ പ്രസ്താവനകൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഒപ്പം നിലമ്പൂരിലും പാലക്കാടിലും ഇതേ രീതിയാണ് LDF നടത്തിയത്. പക്ഷേ അത് ഫലിച്ചില്ല. അത് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നടന്നു. ഒപ്പം സംഘപരിവാറുള്ള കേരളമല്ല നമുക്ക് വേണ്ടത്, മറിച്ച് ഇടതും വലതുമുള്ള കേരളമാണ്. അതിൽ അത്തരത്തിലുള്ള സംവാദങ്ങൾ നടക്കണമെന്നും P. മുജീബ് റഹ്മാൻ പറയുന്നു.